നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ആയുധ ശേഖര കേന്ദ്രത്തിനു നേരെ സംയുക്ത സൈനിക ആക്രമണവുമായി ബ്രിട്ടനും ഫ്രാൻസും. ലക്ഷ്യമിട്ടത് സിറിയയിലെ മധ്യഭാഗത്തെ പാൽമിറ നഗരത്തിന് സമീപമുള്ള ഭൂഗർഭ കേന്ദ്രമെന്ന് UK പ്രതിരോധ മന്ത്രാലയം. വെനിസ്വേലയ്ക്കെതിരായ അമേരിക്കൻ സൈനിക ആക്രമണം പ്രതികരിക്കാൻ തയ്യാറാകാതെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. UK അന്താരാഷ്ട്ര നിയമത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന രാജ്യമെന്നും എല്ലാ വസ്തുതകളും സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പ്രതികരണമെന്നും സ്റ്റാർമർ. റേച്ചൽ റീസിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ലക്ഷക്കണക്കിന് പൗണ്ട് വരുന്ന ടാക്സ് ഒഴിവാക്കുന്നതിനായി യൂബർ ഡ്രൈവർമാരുമായുള്ള കരാർ പൊളിച്ചെഴുതുന്നു. മിനി ക്യാബ് നിരക്കുകളിൽ വാറ്റ് നൽകേണ്ടതുമായി ബന്ധപ്പെട്ട നിയമം പൊളിച്ചെഴുതുമ്പോൾ യൂബർ ടാക്സികൾക്കെല്ലാം നിരക്കുകൾക്കുമേൽ 20% സെയിൽ ടാക്സ് നൽകണം. അധികാരമാറ്റം സാധ്യമാകുന്നതുവരെ വെനിസ്വേലയെ അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ അമേരിക്കൻ എണ്ണ കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്നും ട്രംപ്. കോൺഗ്രസ് 1.5 മാസം നീളുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക്. പുതിയ VBG റാംജി നിയമം പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. സമരപരിപാടി ജനുവരി 8 തുടങ്ങി ഫെബ്രുവരി 25 അവസാനിക്കും. പുനർജനി പദ്ധതിയുടെ പേരിലെ ഫണ്ട് ക്രമക്കേട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. CBI അന്വേഷണ നീക്കത്തെ തള്ളിയും പരിഹസിച്ചും കോൺഗ്രസ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. വെനിസ്വേലയ്ക്കെതിരായ അമേരിക്കൻ സൈനിക ആക്രമണം അന്താരാഷ്ട്ര നിയമ ലംഘനമാണോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും സ്ഥിരീകരിച്ച ശേഷം മാത്രമേ പ്രതികരിക്കൂ എന്നും സ്റ്റാർമർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന രാജ്യമാണ് UK എന്നും അദ്ദേഹം പറഞ്ഞു. വെനിസ്വേലയിലുണ്ടായ വൻതോതിലുള്ള സൈനിക ആക്രമണത്തിൽ UKക്ക് പങ്കില്ലെന്നും സ്റ്റാർമർ വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട അമേരിക്കൻ സൈനിക നടപടിയെ സംബന്ധിച്ച് ട്രംപുമായി താൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആക്രമണത്തെ തുടർന്ന് വെനിസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ പിടിയിലായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ അമേരിക്കയുടെ നടപടി അന്താരാഷ്ട്ര നിയമം ലംഘിച്ചോ എന്ന ചോദ്യത്തിൽ പ്രധാനമന്ത്രി പ്രതികരണം ഒഴിവാക്കി. അതേസമയം മദൂറോയെ അനധികൃത പ്രസിഡന്റായി UK കാണുന്നു എന്നും സ്റ്റാർമർ പിന്നീട് സമൂഹ മാധ്യമമായ Xൽ വ്യക്തമാക്കി. മദൂറോയുടെ ഭരണകാലാവധി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കുറിച്ചു. വെനിസ്വേലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അമേരിക്കൻ പ്രതിനിധികളുമായി UK സർക്കാർ ചർച്ച നടത്തുമെന്നും ജനങ്ങളുടെ താൽപര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന നിയമാനുസൃത ഭരണങ്ങളിലേക്കുള്ള സമാധാനപരമായ മാറ്റമാണ് ലക്ഷ്യമെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാക്കസിലെ ബ്രിട്ടീഷ് എംബസിയുമായി ചേർന്ന് ഏകദേശം 500 ബ്രിട്ടീഷ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സർക്കാർ അറിയിച്ചു. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ആയുധ ശേഖര കേന്ദ്രത്തിനു നേരെ ബ്രിട്ടനും ഫ്രാൻസും സംയുക്ത സൈനികാക്രമണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് സിറിയയുടെ മധ്യഭാഗത്തെ പാൽമിറ നഗരത്തിന് സമീപമുള്ള മലനിരകളിലെ ഭൂഗർഭ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നും UK പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വൻ ആയുധ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഗൈഡഡ് ബോംബുകളാണ് ആക്രമണത്തിന് വിനിയോഗിച്ചത്. വോയേജർ റിഫ്യൂവലിംഗ് ടാങ്കറിന്റെ പിന്തുണയോടെയായിരുന്നു ആക്രമണം. ലക്ഷ്യം വിജയകരമായി തകർത്തതായും പ്രാഥമിക വിലയിരുത്തൽ സൂചിപ്പിക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രമാണ് ഇതെന്നും ആക്രമണം നടന്ന പ്രദേശത്ത് സാധാരണ പൗരന്മാർ ഇല്ലായിരുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. IS വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ തടയുന്നതിനാണ് ഈ ആക്രമണമെന്നും പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. ഭീകരവാദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഖ്യരാജ്യങ്ങളോടൊപ്പം UK ശക്തമായി നിലകൊണ്ടു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ജീവിത രീതിയെ ഭീഷണിപ്പെടുത്തുന്ന അപകടകരമായ ഭീകരരെ ഇല്ലാതാക്കാൻ സൈന്യം നടത്തുന്ന ദൗത്യത്തിന് നന്ദി അറിയിക്കുന്നതായും ഹീലി പറഞ്ഞു. 2019 IS തകർന്നു എങ്കിലും സംഘടന വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതകൾ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സിറിയയിൽ നിരീക്ഷണ പട്രോളിംഗ് തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UKയിൽ കുട്ടികളിലും കൗമാരക്കാരിലും ഉയർന്ന രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്കൂൾ പ്രായക്കാർക്കിടയിലെ ഹൈപ്പർ ടെൻഷൻ നിരക്ക് ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട് എങ്കിലും UKയിൽ ഇതുവരെ കുട്ടികൾക്കായി ദേശീയ തലത്തിൽ രക്തസമ്മർദ്ദ പരിശോധനാ സംവിധാനം നിലവിലില്ല. ഇതുമൂലം പ്രശ്നത്തിൽ വ്യാപ്തിയും ഏറ്റവും അപകട സാധ്യതയുള്ള കുട്ടികളും ആരെന്നത് ആരോഗ്യ വിദഗ്ധർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. കൗമാരത്തിൽ തന്നെ ഹൈപ്പർ ടെൻഷൻ കണ്ടെത്തിയാൽ ഗൗരവമേറിയ രോഗങ്ങൾ തടയാനാകും എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടാതെ പോകുന്നത് വൃക്കരോഗം, ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഡോക്ടർമാർ പറയുന്നു. അമിതവണ്ണം, വ്യായാമക്കുറവ്, ഉപ്പുകൂടിയ ഭക്ഷണം, അമിതമായ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണും ഉപയോഗിക്കുന്നത്, ജീവിതശൈലി എന്നിവയാണ് കുട്ടികൾ രക്തസമ്മർദ്ദം ഉയരാനുള്ള പ്രധാന കാരണമായി മാറുന്നത്. ചില കുട്ടികളിൽ ഹൃദയവും വൃക്കയുമായി ബന്ധപ്പെട്ട ജനിതക രോഗങ്ങളും
ഇതിന് വഴിയൊരുക്കുന്നതായാണ് കണ്ടെത്തൽ. ഇതേ തുടർന്ന് സ്കൂൾ തലത്തിൽ തന്നെ രക്തസമ്മർദ്ദ പരിശോധനകൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രൈമറി സ്കൂൾ അവസാനം നടത്തുന്ന ഉയരം, ഭാരം പരിശോധനയ്ക്കൊപ്പം രക്തസമ്മർദ്ദ പരിശോധനയും ഉൾപ്പെടുത്തുകയോ കൗമാരക്കാർക്കായി പ്രത്യേക NHS ഹെൽത്ത് ചെക്ക് ആരംഭിക്കുകയോ ചെയ്യണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഹൈപ്പർ ടെൻഷൻ UK-യിലെ അകാല മരണങ്ങൾക്ക് പ്രധാന കാരണമായിരിക്കെ ചെറുപ്പക്കാരിൽ നിന്ന് തന്നെ രോഗം കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നിയന്ത്രിച്ചാൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. റേച്ചൽ റീവ്സിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ലക്ഷക്കണക്കിന് പൗണ്ട് വരുന്ന ടാക്സി ടാക്സ് ഒഴിവാക്കുന്നതിനായി യൂബർ അവരുടെ ഡ്രൈവർമാരുമായി കരാർ പൊളിച്ചെഴുതുന്നു. നവംബറിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നിയമങ്ങൾ നിലവിൽ വന്നു തുടങ്ങുന്നതോടെയാണ് മിനി ക്യാബ് നിരക്കുകളിൽ വാറ്റ് നൽകേണ്ടതുമായി ബന്ധപ്പെട്ട നിയമം മാറ്റുക വഴി യൂബർ ടാക്സികൾക്കെല്ലാം നിരക്കുകൾക്കുമേൽ 20% സെയിൽസ് ടാക്സ് നൽകേണ്ടതായി വരും. പ്രതിവർഷം 700 മില്യൺ ഈ ഇനത്തിൽ പിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് റീവ്സ് അന്ന് പാർലമെന്റിൽ വ്യക്തമാക്കിയത്. എന്നാൽ 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ കരാർ അനുസരിച്ച് യൂബർ ലണ്ടന് പുറത്തുള്ള ഗതാഗത സേവന രംഗത്ത് ഒരു സപ്ലയർ ആയിരിക്കില്ല, മറിച്ച് ഒരു ഏജന്റ് മാത്രമായിരിക്കും. അതായത് ഡ്രൈവർമാർ ഉപഭോക്താക്കളുമായി നേരിട്ടായിരിക്കും കരാർ ഉണ്ടാക്കുക. ഇതുവഴി ടാക്സി നിരക്കിൽ ബാധകമായ നികുതി ഡ്രൈവർമാർക്ക് ചാർജ് ചെയ്യാൻ കഴിയും. യൂബർ ഈടാക്കുക കമ്മീഷൻ തുകയ്ക്ക് മേലുള്ള നികുതി മാത്രമായിരിക്കും. ഒട്ടുമിക്ക ഡ്രൈവർമാർക്കും പ്രതിവർഷം 90,000 പൗണ്ടിലധികം ബുക്കിംഗ് ലഭിക്കുന്നില്ല എന്നതിനാൽ വാറ്റ് ബാധകമാവുകയുമില്ല. 20% സെയിൽസ് ടാക്സ് ബാധകമാകാത്തതിനാൽ ലണ്ടന് പുറത്തുള്ള യൂബർ യാത്രകളുടെ നിരക്ക് കുറയുകയും ചെയ്യും. മിനി ക്യാബ് സ്ഥാപനങ്ങൾക്ക് ഉയർന്ന നിരക്കിലുള്ള നികുതി ചുമത്താനുള്ള സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ച് ബ്ലാക്ക് ക്യാബ് ഡ്രൈവർമാർ രംഗത്ത്. ടൂർ ഓപ്പറേറ്റേഴ്സ് മാർജിൻ സ്കീം എന്ന ടൂർ ഓപ്പറേറ്റർമാർക്കും ഹോളിഡേ കോച്ച് ട്രിപ്പുകൾക്കും കുറഞ്ഞ നിരക്കിലുള്ള നികുതി ചുമത്തുന്ന പദ്ധതി മിനി ക്യാബ് സ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണം ഉയർന്നിരുന്നു. നികുതി ഇളവുകൾക്കായി ഈ പദ്ധതി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്ന് ധനകാര്യ വകുപ്പ് പോലും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് ഒരു അറുതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ടൂർ ഓപ്പറേറ്റേഴ്സ് മാർജിൻ സ്കീമിൽ ലാഭത്തിന് മാത്രം നികുതി നൽകിയാൽ മതി. ഇവരുമായിട്ടായിരുന്നു ദീർഘകാലമായി പൂർണ്ണ തുകയ്ക്കും 20% നിരക്കിൽ നികുതി നൽകേണ്ടി വരുന്ന ലൈസൻസുള്ള ടാക്സി ഡ്രൈവർമാർ മത്സരിച്ചിരുന്നു എന്നതും യൂണിയൻ ജനറൽ സെക്രട്ടറി സ്റ്റീൻ മെനർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ എല്ലാ പ്രൈവറ്റ് ഹയറുകൾക്കും മേലും വാറ്റ് ചുമത്തുവാനുള്ള നീക്കം ഈ രംഗത്ത് തുല്യത കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 2 വാരാന്ത്യങ്ങളിൽ M6 ഇരു ദിശകളിലേക്കുമുള്ള പാത പൂർണ്ണമായും അടച്ചിടും. നിലവിലെ റെയിൽവേ ബ്രിഡ്ജ് മാറ്റി സ്ഥാപിക്കുന്നത് മൂലമാണ് ഇത്. ഷാപ്പിലെ ജംഗ്ഷൻ 39നും പെന്നിനടുത്തുള്ള ജംഗ്ഷൻ 40ക്കും ഇടയിലായിരിക്കും അടച്ചിടൽ. 2 അടച്ചിടുകളിൽ ആദ്യത്തേത് വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ആരംഭിച്ചിരുന്നു. ജനുവരി 5 തിങ്കളാഴ്ച രാവിലെ 5 മണി വരെ ആയിരിക്കും അടച്ചിടുക. പിന്നീട് ജനുവരി 9 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് അടച്ചിട്ട് ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് തുറക്കും. റെയിൽ ബ്രിഡ്ജ് മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡുകൾ അടച്ചിടുമ്പോൾ റെയിൽപാതയുടെ അറ്റകുറ്റപ്പണികളും സിഗ്നലുകളുടെ ആധുനികവൽക്കരണവും നടത്തുമെന്നും നാഷണൽ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി ട്രെയിൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ മറക്കരുതെന്നും നാഷണൽ റെയിൽ ഓർമ്മിപ്പിക്കുന്നു. സുരക്ഷിതവും യുക്തിസഹവും ക്രമബദ്ധവുമായ അധികാരമാറ്റം സാധ്യമാകുന്നതുവരെ വെനിസ്വേലയെ അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ അമേരിക്കൻ എണ്ണ കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സൈന്യവും നിയമപ്രവർത്തന ഏജൻസികളും ചേർന്ന് നടത്തിയ സൈനിക നടപടിയിൽ മദൂരയും അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടിയ US നാവികസേനയുടെയും USS ഐവോ ജിമ കപ്പൽ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റിയതായും ട്രംപ് അറിയിച്ചു. എണ്ണ സമ്പന്നമായ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയുടെ തലസ്ഥാനമായ കരാക്കസിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. മിരാണ്ട, അരാഗോ, ലാ ഗൊയ്റ എന്നീ തീര സംസ്ഥാനങ്ങളിലും ആക്രമണത്തിനിരയായതായും വെനിസ്വേലിയൻ സർക്കാർ അറിയിച്ചു. ന്യൂയോർക്കിൽ മദൂരയും ഫസ്റ്റ് ലേഡി സിലിയ ഫ്ലോറസിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ അറ്റോർണി ജനറൽ പാം ബോണ്ടി പറഞ്ഞു. മദൂരയുടെ മകനും മറ്റ് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 4 പേരെ കൂടി മയക്കുമരുന്ന് ആയുധ കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കി. മദൂറയെ പിടികൂടിയ റെയ്ഡ് പ്രത്യേക സൈനിക വിഭാഗങ്ങൾ നയിച്ചതായും ഒസാമ ബിൻ വധിച്ച ഓപ്പറേഷനിൽ പങ്കെടുത്ത യൂണിറ്റും ഇതിൽ ഉൾപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ ഭാഗത്തു നിന്നും ആരും കൊല്ലപ്പെട്ടില്ല എന്നാണ് ട്രംപിന്റെ ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് പരിപാടിയോട് പറഞ്ഞത്. ഇത് സാമ്രാജ്യത്വ ആക്രമണമാണെന്ന് ആരോപിച്ച വെനിസ്വേലിയൻ സർക്കാർ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ ശക്തികളെയും സജ്ജമാക്കാൻ പൊതു മൊബിലൈസേഷൻ പ്രഖ്യാപിച്ചു. വെനിസ്വേലയുടെ തലസ്ഥാനമായ കാരാക്കസിലെ പ്രധാന സൈനിക കേന്ദ്രമായ ഫോർട്ട് യൂണിഡിൽ US സൈനിക ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചതായി
ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. വാൻഡോറോ പകർത്തിയ പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ BBC വെരിഫൈ വിശകലനം ചെയ്തതോടെയാണ് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പുറത്തുവന്നത്. ഡിസംബർ 22-ന് പകർത്തിയ ചിത്രങ്ങളുമായി ഇന്നത്തെ ദൃശ്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ സൈനിക സമുച്ചയത്തിനുള്ളിലെ കുറഞ്ഞത് 6 കെട്ടിടങ്ങൾ ഗുരുതരമായി തകർന്നതായി കണ്ടെത്തി. കേന്ദ്രത്തിന്റെ വടക്കൻ ഭാഗത്ത് ചുവന്ന മേൽക്കൂരയുള്ള വലിയൊരു കെട്ടിടത്തിൽ നിന്നും പുക ഉയരുന്നതും അതിന് തെക്കുവശത്തുള്ള 3 ചെറിയ കെട്ടിടങ്ങൾ ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലുമാണ് ചിത്രങ്ങൾ കാണാം. അതേസമയം കേന്ദ്രത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്കുള്ള മറ്റൊരു ദൃശ്യത്തിൽ 2 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പ്രദേശത്തു നിന്ന് കറുത്ത പുക ഉയരുന്നതായും വ്യക്തമാണ്. വെനസ്വേലയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായ ഫോർട്ട് യൂണിയനിൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാന സൈനിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. US സൈന്യം ലക്ഷ്യമിട്ട മറ്റു പ്രദേശങ്ങളിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി കൂടുതൽ ഉപഗ്രഹ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും BBC വെരിഫൈ അറിയിച്ചു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ US-ലെത്തിച്ചത് കർശന സുരക്ഷയോടെയും പടിപടിയായുള്ള സൈനിക നീക്കങ്ങളോടെയും കൂടി അത്യന്തം രഹസ്യ ദൗത്യത്തിലൂടെയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ അറസ്റ്റിന് പിന്നാലെ 2100 മൈൽ ദൂരം കടന്നാണ് മദുറോയെ ന്യൂയോർക്കിൽ എത്തിച്ചത്. വെനസ്വേലയുടെ തലസ്ഥാനമായ കരാക്കസിൽ നിന്നും മദുറോയെ ആദ്യം US ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയത്. തുടർന്ന് കരീബിയൻ കടലിലെ വെളിപ്പെടുത്താത്ത സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്ന US നാവിക കപ്പൽ US-ലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് മഡുറോയെ വീണ്ടും ഹെലികോപ്റ്ററിൽ ക്യൂബയുടെ ഗോണ്ടാനാമോ ബേയിൽ US നാവിക താവളത്തിലേക്ക് മാറ്റി. ഗോണ്ടാനാമോയിൽ നിന്നും മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയ ശേഷമാണ് അദ്ദേഹത്തെ ന്യൂയോർക്ക് സംസ്ഥാനത്തെ ഓറഞ്ച് കൗണ്ടിയിലുള്ള സ്റ്റുവർട്ട് എയർഫോഴ്സ് ബേസിലേക്ക് കൊണ്ടുവന്നത്. അവസാന ഘട്ടത്തിൽ സ്റ്റുവർട്ട് ബേസിൽ നിന്നും ഹെലികോപ്റ്റർ വഴി ന്യൂയോർക്ക് നഗരത്തിലേക്ക് മാറ്റിയ മഡുറോയെ മാൻഹാറ്റൻ പടിഞ്ഞാറൻ ഭാഗത്ത് US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി ആസ്ഥാനത്ത് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ നടപ്പാക്കിയ ഈ നീക്കം വെനസ്വേല US ബന്ധങ്ങളിലെ പുതിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.16 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.01 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.51 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.57 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പുതിയ VBG റാംജി നിയമം പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി 1.5 മാസം നീളുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ്. ജനുവരി 8-ന് തുടങ്ങി ഫെബ്രുവരി 25-ന് അവസാനിക്കുന്ന തരത്തിലാണ് MGNREGA ബച്ചാവോ സമരമെന്നും AIC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലും ജയറാം രമേശും അറിയിച്ചു. കോൺഗ്രസ് മുൻകൈയെടുത്ത സമരമാണ് എങ്കിലും പ്രതിപക്ഷ കക്ഷികളൊക്കെ സഹകരിപ്പിക്കാനാണ് തീരുമാനമെന്നും നേതാക്കൾ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയ്ക്കു ശേഷം കോൺഗ്രസിന്റെ നീണ്ട പ്രക്ഷോഭ പരിപാടിയാണിത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഇല്ലാതാക്കി എല്ലാ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പുതിയ നിയമമെന്നും നേതാക്കൾ വ്യക്തമാക്കി. BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ സംസ്ഥാന ഖജനാവിൽ 4000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇത് വരുത്തുക. 3 വർഷത്തിനകം മുഴുവൻ ജില്ലയിലേക്കും തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിക്കാൻ പഴയ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും പുതിയ നിയമത്തിൽ അതില്ല. പുതിയ നിയമത്തെ ചെറുക്കാൻ ആവശ്യമായ എല്ലാ സാധ്യതകളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആരായുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് DGCA. പവർ ബാങ്കിൽ നിന്നും തീ പടർന്നുള്ള അപകടങ്ങളെ തുടർന്നാണ് നിർണായക ഉത്തരവ് DGCA പുറത്തിറക്കിയത്. വിമാനയാത്രയ്ക്കിടെ ഫോണുകളും മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചാർജ് ചെയ്യരുതെന്നും ഉത്തരവിലുണ്ട്. വിമാനത്തിന്റെ സീറ്റിന് സമീപമുള്ള പവർ ഔട്ട്ലെറ്റ് വഴി ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിനും നിരോധിക്കുന്നുണ്ട്. പവർ ബാങ്കുകൾ, മറ്റു ലിഥിയം ബാറ്ററികൾ അടക്കമുള്ളവയും അടങ്ങിയ ഹാൻഡ് ബാഗ് സീറ്റിന് മുകളിലും ക്യാബിന് മുകളിലും വെക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ക്യാമറകളുടെ അടക്കം ബാറ്ററികളും മുകളിൽ വെക്കാൻ പാടില്ല. വിമാനയാത്രയ്ക്കിടെ പവർ ബാങ്കുകൾ കൈവശം വെക്കാമെങ്കിലും അവ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കർശന നിർദ്ദേശം. പവർ ബാങ്കും ബാറ്ററികളും അടക്കം യാത്രക്കാർ ഇരിക്കുന്നതിന് സമീപം തന്നെ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. വിമാനത്താവളങ്ങൾ ഇത് സംബന്ധിച്ച നിർദ്ദേശം പരസ്യപ്പെടുത്തുമെന്നും ഇൻഡിഗോ വിമാനത്തിൽ അടുത്തിടെ പവർ ബാങ്കിൽ നിന്നും തീപടർന്ന സംഭവം ഉണ്ടായിരുന്നുവെന്നും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാണ് പുതിയ ഉത്തരവ്. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ജീവനക്കാരുടേതുപോലെ പെൻഷൻകാരുടെയും 6 മാസം കൂടുമ്പോൾ ക്ഷാമബത്ത വർദ്ധിപ്പിക്കും. പഴയ പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ സർക്കാർ ജീവനക്കാർ ജനുവരി 6 മുതൽ സമരം പ്രഖ്യാപിക്കാനിരിക്കെ
മുഖ്യമന്ത്രി തമിഴ്നാട് അഡ്വൈസ്ഡ് പെൻഷൻ സ്കീം എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. 2003 മുതൽ നിലവിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിന്റെ പരിധികൾ മറികടക്കുന്നതും ഏറെക്കുറെ പഴയ പെൻഷൻ സമ്പ്രദായത്തിന്റെ പ്രയോജനം നൽകുന്നതുമാണ് TAPS. തിരഞ്ഞെടുപ്പ് വർഷത്തിലെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ജീവനക്കാരുടെയും സംഘടന സമരം പിൻവലിക്കുകയും മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. TAPSലേക്ക് ജീവനക്കാർ ശമ്പളത്തിന്റെ 10% വീതമാണ് നൽകേണ്ടത്. നിശ്ചിത പെൻഷൻ നൽകുന്നതിന് അധികമായി വേണ്ട പണം സംസ്ഥാന സർക്കാർ വഹിക്കും. ശമ്പളക്കാർക്ക് ലഭിക്കുന്നത് പോലെ പെൻഷൻകാർക്കും വർഷത്തിൽ 2 തവണ DA വർധനവ് ലഭിക്കും. പെൻഷൻകാർ മരിച്ചാൽ അനന്തരാവകാശികൾക്ക് പെൻഷൻ തുകയുടെ 60% കുടുംബ പെൻഷനായി ലഭിക്കും. വിരമിക്കുന്ന ജീവനക്കാർക്ക് പരമാവധി 25 ലക്ഷം രൂപയോ സർവീസിനൊത്ത തുകയോ ഗ്രാറ്റുവിറ്റിയായി ലഭിക്കും. ജീവനക്കാരിൽ സർവീസിലിരിക്കെ മരിച്ചാൽ ഇതേ തുക കിട്ടും. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് വിരമിച്ച CPS പ്രകാരം പെൻഷൻ വാങ്ങുന്നവർക്ക് നഷ്ടം നികത്തുന്നതിന് പ്രത്യേക ആനുകൂല്യം അനുവദിക്കും. മതിയായ സേവന കാലയളവ് പൂർത്തിയാക്കാതെ വിരമിക്കുന്ന ജീവനക്കാർക്ക് മിനിമം പെൻഷൻ നൽകും. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ 20 വർഷമായി ഉയർത്തുന്ന ആവശ്യമാണ് DMK സർക്കാർ നടപ്പാക്കിയതെന്നും സ്റ്റാലിൻ പറഞ്ഞു. പുനർജനി പദ്ധതിയുടെ പേരിലെ ഫണ്ട് ക്രമക്കേട് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. 1 വർഷം മുമ്പ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് ശുപാർശ ചെയ്തത്. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികർ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചത്. UK-യിൽ നിന്നും 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്നായിരുന്നു VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോയും തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ. CBI അന്വേഷണം നീക്കത്തെ തള്ളിയും പരിഹസിച്ചുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഓലപ്പാമ്പെന്ന് KPCC പ്രസിഡന്റും ചെപ്പടി വിദ്യ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും UDF തിരിച്ചു വരുമെന്നും ഇതിനെല്ലാം പുല്ലുവിലയാണെന്നും K മുരളീധരൻ പ്രതികരിച്ചു. വയനാട്ടിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള നേതൃസമ്മേളനം നടക്കുമ്പോഴായിരുന്നു സർക്കാരിന്റെ നീക്കമെന്നതും ശ്രദ്ധേയം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം CITU ദേശീയ ജനറൽ സെക്രട്ടറിയാകും. ഈ ബാലാന്തരന് ശേഷം CIT തലപ്പത്തെത്തുന്ന ആദ്യ മലയാളി നേതാവാണ് എളമരം കരീം. എളമരം കരീമിന് പകരം MV ജയരാജൻ CITU സംസ്ഥാന സെക്രട്ടറിയാകും. വിശാഖപട്ടണത്ത് നടക്കുന്ന CITയുടെ അഖിലേന്ത്യാ സമ്മേളനമാണ് എളമരം കരീമിനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുക. നിലവിൽ CITയുടെ സംസ്ഥാന സെക്രട്ടറിയായ എളമരം കരീം CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എളമരം ദേശീയ തലത്തിലെത്തുന്നതോടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ CITU സംസ്ഥാന സെക്രട്ടറിയാകും. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന എളമരം കരീം പിന്നീട് CIT ചുമതലകളിലേക്ക് മാറുകയായിരുന്നു. പാർട്ടിയിലും സംഘടനയിലും എളമരം കരീം നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നതിന്റെ സൂചന കൂടിയാണ് പുതിയ സ്ഥാനം. ഇനി സ്പോർട്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും പേസ് മുസ്തഫ ഫിസുർ റഹ്മാനെ ഒഴിവാക്കിയതിൽ കടുത്ത നടപടിയുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ്. അടുത്ത മാസം ഇന്ത്യയിൽ തീരുമാനിച്ചിരിക്കുന്ന T20 ലോകകപ്പിൽ കളിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാവില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഇതിനു പുറമെ IPL മത്സരങ്ങൾ ബംഗ്ലാദേശിൽ സംരക്ഷണം ചെയ്യില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശിന്റെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിലെ സ്റ്റാർ പേസർ മുസ്തഫിസുറിനെ റിലീസ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം BCCI ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത്. ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് 2026 T20 ലോകകപ്പിൽ ഇന്ത്യയിൽ നടക്കേണ്ട തങ്ങളുടെ മത്സരങ്ങൾ ബഹിഷ്കരിക്കാൻ ബംഗ്ലാദേശ് ഒരുങ്ങുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ICCയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ആയുധ ശേഖര കേന്ദ്രത്തിനു നേരെ സംയുക്ത സൈനിക ആക്രമണവുമായി ബ്രിട്ടനും ഫ്രാൻസും.
ലക്ഷ്യമിട്ടത് സിറിയയിലെ മധ്യഭാഗത്തെ പാൽമിറ നഗരത്തിന് സമീപമുള്ള ഭൂഗർഭ കേന്ദ്രമെന്ന് UK പ്രതിരോധ മന്ത്രാലയം. വെനിസ്വേലയ്ക്കെതിരായ അമേരിക്കൻ സൈനിക ആക്രമണം പ്രതികരിക്കാൻ തയ്യാറാകാതെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. UK അന്താരാഷ്ട്ര നിയമത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന രാജ്യമെന്നും എല്ലാ വസ്തുതകളും സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പ്രതികരണമെന്നും സ്റ്റാമർ. റേച്ചൽ റീസിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ലക്ഷക്കണക്കിന് പൗണ്ട് വരുന്ന ടാക്സ് ഒഴിവാക്കുന്നതിനായി യൂബർ ഡ്രൈവർമാരുമായുള്ള കരാർ പൊളിച്ചെഴുതുന്നു. മിനി ക്യാബ് നിരക്കുകളിൽ വാറ്റ് നൽകേണ്ടതുമായി ബന്ധപ്പെട്ട നിയമം പൊളിച്ചെഴുതുമ്പോൾ യൂബർ ടാക്സികൾക്കെല്ലാം നിരക്കുകൾക്കുമേൽ 20% സെയിൽ ടാക്സ് നൽകണം. അധികാരമാറ്റം സാധ്യമാകുന്നതുവരെ വെനിസ്വേലയെ അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ അമേരിക്കൻ എണ്ണ കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്നും ട്രംപ്. കോൺഗ്രസ് 1.5 മാസം നീളുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക്. പുതിയ VBG റാംജി നിയമം പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. സമരപരിപാടി ജനുവരി 8 തുടങ്ങി ഫെബ്രുവരി 25 അവസാനിക്കും. പുനർജനി പദ്ധതിയുടെ പേരിലെ ഫണ്ട് ക്രമക്കേട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. CBI അന്വേഷണ നീക്കത്തെ തള്ളിയും പരിഹസിച്ചും കോൺഗ്രസ് നേതാക്കൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.